നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്ന സാഹചര്യത്തിൽ നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി ഡിസംബർ 20-ന് അവസാനിക്കുന്നതിനാൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സാരഥികൾ ഡിസംബർ 21-ന് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കണമെന്ന് സർക്കാർ ഉത്തരവ്. 6 പഞ്ചായത്തും 2 ബ്ലോക്ക് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഒഴികെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും കാലാവധി ഡിസംബർ 20-ന് അവസാനിക്കും. കേരള പഞ്ചായത്ത് രാജ്, കേരള മുനിസിപ്പാലിറ്റി ചട്ടങ്ങളിലെ വ്യവസ്ഥ പ്രകാരം പൊതു അവധി ദിവസങ്ങളിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി യോഗങ്ങൾ ചേരാൻ പാടില്ലായിരുന്നു. 21-ന് ഞായർ പൊതു അവധി ദിവസമാണ്. ഈ സാഹചര്യത്തിൽ ഞായറാഴ്ച യോഗം ചേരാൻ സാധിക്കാതെ വന്നാൽ ഒരു ദിവസത്തേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തേണ്ടിവരും. ഈ പ്രതിസന്ധി മറികടക്കാൻ ചട്ടഭേദഗതിയിലൂടെ പൊതുതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ യോഗത്തിന് ഒഴിവുദിനം ബാധകമല്ലാതാക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവയിൽ ആദ്യ അംഗത്തെ സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ചെയ്യിക്കുന്നത് അതത് വരണാധികാരികളാണ്. കോർപ്പറേഷനുകളിൽ കളക്ടർമാരാണ് ആദ്യ അംഗത്തെ സത്യപ്രതിജ്ഞ ചെയ്യിക്കേണ്ടത്. ഏറ്റവും മുതിർന്ന അംഗമാണ് ആദ്യം പ്രതിജ്ഞ ചെയ്യുക. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ രാവിലെ 10-നും കോർപ്പറേഷനിൽ പകൽ 11:30-നും സത്യപ്രതിജ്ഞ നടത്തണം. ചടങ്ങ് കഴിഞ്ഞാലുടൻ അംഗങ്ങളുടെ ആദ്യ യോഗം ചേരണം. ആദ്യം പ്രതിജ്ഞ ചെയ്ത അംഗം അധ്യക്ഷനാകും. തൃത്താലയിൽ UDF നേടിയ വൻ വിജയത്തിന്റെ ഭാഗമായി നടന്ന ആവേശകരമായ വിജയാഘോഷത്തിൽ മുൻ MLA-യും KPCC വൈസ് പ്രസിഡന്റുമായ VT ബൽറാം പ്രവർത്തകരോടൊപ്പം ചുവടുവെച്ച ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. വിജയാഘോഷത്തിന്റെ ആവേശം പങ്കുവെച്ച് പ്രവർത്തകരുടെ ആവേശത്തിനൊപ്പം നിൽക്കുകയാണ് VT ബൽറാം എന്ന സന്ദേശമാണ് ഈ വീഡിയോ നൽകുന്നത്. ഔപചാരികതകൾ മാറ്റിവെച്ച് പ്രവർത്തകരോടൊപ്പം ചുവടുവെച്ച അദ്ദേഹത്തിന്റെ സാന്നിധ്യം വലിയ ജനശ്രദ്ധയാണ് നേടുന്നത്. തൃത്താലയിലെ UDF വിജയാഘോഷം കൊടുമ്പിരി കൊള്ളുമ്പോൾ നേതാവും പ്രവർത്തകരും തമ്മിലുള്ള ആത്മബന്ധം പ്രകടമാക്കുന്ന ഡാൻസ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി CPM മാറി. കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് വീണ്ടും LDF-ന് വിജയം സമ്മാനിച്ചതെന്ന് നേതാക്കൾ പ്രതികരിച്ചു. അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ SDP-യുടെ നിലപാട് നിർണായകമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 24 വാർഡുകളിൽ 11 വാർഡുകളിൽ വിജയം കരസ്ഥമാക്കിയാണ് LDF മികച്ച വിജയം പഞ്ചായത്തിൽ കരസ്ഥമാക്കിയിരിക്കുന്നത്. UDF-ന് 8ഉം SDP-ക്ക് 5ഉം സീറ്റുകൾ ലഭിച്ചു. ഒറ്റയ്ക്ക് ഭരിക്കാൻ കേവലം 13 സീറ്റുകൾ വേണം. കേവല ഭൂരിപക്ഷം ആർക്കുമില്ലാത്ത സ്ഥിതിയാണെങ്കിലും 11 സീറ്റുകൾ നേടി LDF വലിയ ഒറ്റകക്ഷിയായി മാറി. തുടർഭരണം നടത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് LDF. അതേസമയം SDP-യുടെ നിലപാടുകൾ പഞ്ചായത്തിൽ നിർണായകമാകും. നിലവിലുണ്ടായിരുന്ന LDF ഭരണസമിതിയിൽ 3 സീറ്റുകൾ SDP-ക്ക് ലഭിച്ചിരുന്നു. ആരെയും പിന്തുണയ്ക്കാത്ത നിലപാടാണ് SDP ഈ കാലഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നത്. ഇത്തവണയും ഇതേ നിലപാട് തന്നെ തുടരുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ പഞ്ചായത്തിൽ LDF തുടർഭരണവുമായി മുന്നോട്ട് പോകും. കഴിഞ്ഞ 10 വർഷമായി LDF ഭരണസമിതി നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഇപ്പോഴത്തെ വിജയമെന്ന് പഞ്ചായത്ത് LDF കൺവീനർ TV ഗിരീഷ് പറഞ്ഞു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷം 11 സീറ്റ് നേടി ഏറ്റവും വലിയ കക്ഷിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 10 സീറ്റുണ്ടായിരുന്ന് 1 സീറ്റ് വർദ്ധിച്ച് 11 സീറ്റായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ, അഴിമതിരഹിതമായ സുസ്ഥിരമായ വികസനം, അതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് വയ്ക്കപ്പെട്ടത്. അതിന് അനുകൂലമായ വിധിയെഴുത്താണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയത് എന്നാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇടതുപക്ഷത്തിനെതിരായ ഒരു തരംഗം ഉൾപ്പെടെ ഉണ്ടായപ്പോഴും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ശക്തമായ മുന്നേറ്റം നടത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണുന്നത്. ഇപ്പോൾ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 7ാം വാർഡിൽ അവിടെ BJP 10 വർഷക്കാലമായി BJP-യുടെ പ്രതിനിധിയാണ് ഉണ്ടായിരുന്നത്. അവിടെ ഇടതുപക്ഷം
വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ച അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുന്നിൽ കാണാൻ കഴിയുന്നത്. ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന രൂപത്തിൽ ഞങ്ങൾക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്തിൽ വ്യാപകമായി LDFനെതിരെ നടത്തിയ കള്ളപ്രചരണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് LDFന്റെ വിജയമെന്നും TV ഗിരീഷ് കൂട്ടിച്ചേർത്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 10 വർഷക്കാലമായി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ അതിനെല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്കുള്ള കള്ളപ്രചരണങ്ങൾ വ്യക്തി കേന്ദ്രീകരിച്ചുകൊണ്ടും മതവും ജാതിയും എല്ലാത്തിനും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെറ്റായ പ്രചരണങ്ങൾ UDF വ്യാപകമായി തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ആ കള്ളപ്രചരണങ്ങളെയും അവരുടെ പണത്തെയും മറ്റു തരത്തിലേക്കുള്ള പ്രലോഭനങ്ങളെയും എല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ഈ വിജയം ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നേടിയത്. അതുകൊണ്ടാണിത് തിളക്കമാർന്ന വിജയമാണ് ഇടതുപക്ഷം ഈ തവണ. കഴിഞ്ഞ തവണ 10 സീറ്റുണ്ടായിരുന്നു, 11 സീറ്റായി വർദ്ധിച്ചുകൊണ്ട് ഈ തെറ്റായ ഈ കള്ളപ്രചരണങ്ങളെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം 11 സീറ്റ് നേടിയത്. വിളയൂർ പഞ്ചായത്തിലേക്ക് 6ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിലെ നീലടി സുധാകരൻ പ്രസിഡന്റ് പദവിയിലേക്ക്. തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാൽ നീലടി സുധാകരൻ പ്രസിഡന്റാകുമെന്ന് നേരത്തെ തന്നെ മുന്നണി വ്യക്തമാക്കിയിരുന്നു. വിളയൂർ പഞ്ചായത്തിൽ ഇത്തവണ UDFന് ഭരണം ലഭിച്ചാൽ കോൺഗ്രസിലെ നീലടി സുധാകരൻ പ്രസിഡന്റാകുമെന്ന് UDF തിരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. അത് സംഭവിക്കുവാൻ പോകുകയാണ്. പഞ്ചായത്തിൽ ചരിത്രം സൃഷ്ടിച്ച് UDF അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 17 വാർഡുകളിൽ 14 വാർഡുകളിലും വിജയം നേടിയാണ് 45 വർഷത്തെ LDF ഭരണത്തിന് വിരാമമിട്ട് UDF അധികാരത്തിലെത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആരാവുമെന്നതിന് ഒറ്റ ഉത്തരമേ വിളയൂരിലുള്ളൂ. അത് നീലടി സുധാകരൻ മാത്രം. 25 വർഷമായി പഞ്ചായത്ത് അംഗമാണ് നീലടി സുധാകരൻ. ഒരു തവണ സ്ഥിരസമിതി അധ്യക്ഷനായിരുന്നു. തന്റെ 6ാമത്തെ തിരഞ്ഞെടുപ്പ് മറ്റൊരു ചരിത്രം കൂടി കുറിക്കുകയാണ് നീലടി സുധാകരൻ. 2000-2001 കാലഘട്ടത്തിലാണ് നമ്മൾ മത്സര രംഗത്തേക്ക് വരുന്നത്. മുമ്പ് നമ്മൾ പൊതുരംഗത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു, സജീവമായിട്ട് എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. അന്ന് CP മുഹമ്മദ് അവരൊക്കെ മെമ്പറായിരുന്ന കാലത്ത് ഒരു മാറിയ ശേഷമുള്ള ബോർഡിലാണ് KK അടക്കമുള്ള ബോർഡ്, തിരുമേനി അടക്കമുള്ള ബോർഡ് മാറിയ ശേഷമുള്ള ബോർഡിലാണ്. പിന്നീട് 5 തവണ ആയിട്ട് ഇവിടുത്തെ മെമ്പറായി. ഇതിപ്പോൾ 6ാമത്തെ തവണയാണ് മെമ്പറാവുന്നത്. മുമ്പ് ആദ്യത്തെ തവണ വെച്ചിട്ട് 5ാം വാർഡിലായിരുന്നു. അപ്പോൾ കരിങ്ങനാട്, ഓലാഞ്ചേരി, കളപ്പാറ പ്രദേശങ്ങളൊക്കെ ഉള്ള ഒരു വലിയ വാർഡായിരുന്നു. അന്ന് 9 വാർഡാണ് പഞ്ചായത്തിലുണ്ടായിരുന്നത്. പിന്നീട് 11 വാർഡുകളായി മാറിയപ്പോൾ ഞാൻ ഓലാഞ്ചേരി വാർഡിലായിരുന്നു വെച്ചത്. പിന്നീട് 13 വാർഡുകളായി മാറി. 13 വാർഡുകളായി മാറിയപ്പോൾ കരിങ്ങനാട് കൊണ്ടിന്റെ ഒരു ഭാഗം, അതുപോലെ ഓലാഞ്ചേരി, കരിങ്ങനാട് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്നു. പിന്നെ നെമ്മിരിക്കുളം, ഓലാഞ്ചേരി മാത്രമായിട്ടുള്ളൊരു വാർഡിൽ, പിന്നീട് കരിങ്ങാടുള്ള വാർഡ്, കൊഴിഞ്ഞിപ്പറമ്പ് വാർഡിലും അതിൻ്റെ ഇടയിൽ ഒരു തവണ കൊഴിഞ്ഞിപ്പറമ്പ് വാർഡിൽ കഴിഞ്ഞ ടേബിളിൽ. ഇത്തവണത്തെ ഭരണം എന്തായാലും UDF പിടിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും എൻ്റെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ പ്രവർത്തകരോടും നമ്മുടെ ആളുകളോടൊക്കെ പറഞ്ഞു. നമ്മുടെ ആളുകളോട് എന്നുള്ളത് വെച്ചാൽ മുന്നണി UDFന്റെ ആളുകളെല്ലാം മാറ്റി എല്ലാവരും പബ്ലിക്കായിട്ട് നമ്മളോട് ഇടപെടുന്ന ഒട്ടനവധി ആളുകൾ 10-25 വർഷമായിട്ട് വിളയൂരിലെ പൊതുരംഗത്ത് ഉണ്ടാവുന്നതുകൊണ്ട് വിവിധ മേഖലകളിലെ ആളുകൾക്കൊക്കെ ഒരു അത്യാവശ്യം നല്ല ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കും നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇത്തവണ നമ്മൾ ഭരണം പിടിക്കും. 2000-ലാണ് ആദ്യമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നീലടി സുധാകരൻ മത്സരിക്കുന്നത്. വിജയത്തോടെ തുടങ്ങിയ ആ യാത്ര പ്രസിഡന്റ് പദവിയിലേക്കുള്ള പ്രയാണത്തിൽ എത്തി നിൽക്കുകയാണ്. 16 വർഷമായി DCC അംഗമായി പ്രവർത്തിച്ചു വരുന്നു. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. ഏത് പ്രശ്നങ്ങൾക്കും നാട്ടിൽ മുൻനിരയിലുണ്ടാകും. പ്രളയകാലത്തും കോവിഡ് കാലത്തുമെല്ലാം നാട്ടുകാർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞ വേളകൾ ഒരിക്കലും മറക്കാൻ കഴിയാത്തത് കൂടിയാണെന്നും നീലടി സുധാകരൻ പറയുന്നു. നിലവിലുള്ള പഞ്ചായത്തിന്റെ പ്രവർത്തന രീതിയിൽ ഒട്ടനവധി മാറ്റങ്ങൾ വേണ്ടുന്നതാണ്. പിന്നെ രണ്ടാമത് യുവജന മേഖലകളിലേക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനം ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കുറേ വിഷയങ്ങൾ അതിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്താത്ത ഒരു സമീപനമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിലൊക്കെ നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്ന് നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ട്. അത് UDFന്റെ നേതൃത്വമായി ആലോചിച്ചിട്ടും പൊതുജനങ്ങളുടേതായ കുറെ കാഴ്ചപ്പാടുകളും അവരുടെ നിർദ്ദേശങ്ങളും ഒക്കെ സ്വരൂപിച്ചുകൊണ്ട് പോകണം എന്നാണ് നമ്മളൊക്കെ മനസ്സിലുള്ളത്. പഞ്ചായത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനുണ്ട്. യുവജനങ്ങളെ പരിഗണിച്ചുള്ള പദ്ധതികളും തയ്യാറാക്കും. നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും നീലടി സുധാകരൻ വ്യക്തമാക്കി. ചാലിശ്ശേരി പട്ടാമ്പി പാത നവീകരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഡ്രെയിനേജുകളുടെയും ഓവുപാലങ്ങളുടെയും നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയതോടെ റോഡ് ടാറിംഗ് ജോലികൾ ആരംഭിക്കുന്നതിനായുള്ള അസംസ്കൃത വസ്തുക്കൾ എത്തിച്ചു തുടങ്ങി.
ജനുവരിയിൽ ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയ്ക്ക് മുൻപായി റോഡ് നവീകരണം പൂർത്തീകരിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ചാലിശ്ശേരി തണത്തറ പാലം മുതൽ പട്ടാമ്പി തൃത്താല റോഡ് ജംഗ്ഷൻ വരെയുള്ള 14 കിലോമീറ്റർ നീളത്തിലുള്ള റോഡാണ് BM&BC നിലവാരത്തിൽ നവീകരിക്കുന്നത്. റോഡിന്റെ വീതിക്കുറവും വളവുതിരിവുകളും കാരണം പാതയിൽ അപകടങ്ങൾ പതിവായിരുന്നു. മന്ത്രി MB രാജേഷിന്റെ ഇടപെടലിനെ തുടർന്ന് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ്സിൽ നിന്നും 63.79 കോടി രൂപ ഇതിനായി സർക്കാർ അനുവദിച്ചു. KSTPക്കാണ് നിർവഹണ ചുമതല. നിലവിൽ റോഡിന്റെ വീതിക്കുറവും തകർച്ചയും നിരപ്പ് വ്യത്യാസവും മൂലം പാതയിൽ വാഹനാപകടങ്ങൾ പതിവായിരുന്നു. റോഡ് നവീകരണം പൂർത്തിയാവുന്നതോടെ വാഹനാപകടങ്ങൾ ഗണ്യമായി കുറയുമെന്നാണ് പ്രതീക്ഷ. കൊപ്പത്ത് ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. ഡ്രൈവർ ഇറങ്ങി ഓടിയതിനാൽ അപകടമുണ്ടായില്ല. പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചായിരുന്നു കാറിന് തീ പിടിച്ചത്. വലിയ അപകടമാണ് ഒഴിവായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ കൊപ്പം വളാഞ്ചേരി റോഡിലെ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. കൊപ്പം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് കത്തി നശിച്ചത്. ദിവസങ്ങളായി ഉപയോഗിക്കാതെ കിടന്നിരുന്ന കാർ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവരുന്നതിനിടെയായിരുന്നു അപകടം. കാർ കൊണ്ടുവരുന്നതിനിടെ പെട്രോൾ കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. റോഡരികിലേക്ക് കാർ നിർത്തിയ ഡ്രൈവർ മുളയങ്കാവ് സ്വദേശി മണികണ്ഠൻ വീണ്ടും കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെയാണ് പുക വന്നത്. ഇതോടെ ഇയാൾ ഇറങ്ങി ഓടുകയായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ കാർ അഗ്നിക്കിരയാവുകയും ചെയ്തു. കൊപ്പം പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തം ഉണ്ടാവാതിരുന്നത്. 20 മിനിറ്റോളം കാർ കത്തി. തുടർന്ന് പട്ടാമ്പിയിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റാണ് തീ പൂർണ്ണമായും അണച്ചത്. കൊപ്പം പോലീസും സ്ഥലത്തെത്തി. ഈ പാതയിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു. കാറിൽ നിന്നും പുക ഉയർന്നതോടെ ഇറങ്ങി ഓടുകയായിരുന്നുവെന്ന് ഡ്രൈവർ മണികണ്ഠൻ പറഞ്ഞു. വണ്ടി കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുന്ന വഴി ഉണ്ടായിരുന്നു. അപ്പോൾ എണ്ണ കഴിഞ്ഞിരുന്നതായിട്ടൊന്ന് മിസ്സിംഗ് ആയ പോലെ തോന്നിയപ്പോൾ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് നമ്മൾ ഇഗ്നിഷൻ ഒന്ന് ഓഫാക്കിയിട്ട് വീണ്ടും അടിച്ചതാണ്. വീണ്ടും അടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടുക ചെയ്തു. അതിൻ്റെ ഉള്ളിൽ നിന്ന് പോച്ചലും വന്നു. അപ്പോൾ നമ്മൾ ബോണ്ട് തുറക്കാൻ ചെന്നപ്പോഴേക്കത് സ്പ്രെഡായി കത്തി ആയിപ്പോയി. വണ്ടി ഇവിടെ കൊപ്പത്ത് മേൽമുറിയില്ല. പട്ടാമ്പി ആമയൂരിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച രാവിലെയായിരുന്നു അപകടം. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ ആമയൂരിൽ തിങ്കളാഴ്ച രാവിലെയാണ് ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. പട്ടാമ്പിയിൽ നിന്നും കൊപ്പം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറി റോഡിൽ മറിയുകയും ചെയ്തു. ഞാങ്ങാട്ടി സ്വദേശിയാണ് കാറിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്ക് പറ്റിയിട്ടില്ല. പിന്നീട് വാഹനം റോഡിൽ നിന്നും നീക്കം ചെയ്തു. ഏറെ നേരം ഗതാഗത തടസ്സവും ഉണ്ടായി. ചാലിശ്ശേരി പെരുമണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് വിജയം നേടിയ സ്ഥാനാർത്ഥികൾക്കായി സ്വീകരണവും വിജയാഘോഷവും സംഘടിപ്പിച്ചു. പെരുമണ്ണൂർ CPM ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് ചാലിശ്ശേരി ഡിവിഷനിൽ നിന്നും വിജയിച്ച TK സുധീഷ്, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പെരുമണ്ണൂർ ഡിവിഷനിൽ നിന്നും വിജയിച്ച അഖില, ചാലിശ്ശേരി പഞ്ചായത്ത് 6ാം വാർഡിൽ നിന്നും വിജയിച്ച K ബാലൻ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. പരിപാടിയുടെ ഭാഗമായി DJ ആഘോഷവും മധുര പലഹാര വിതരണവും നടന്നു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.